നമുക്കൊരു കുമ്പിളപ്പം ഒന്ന് പൊളിച്ച് നോക്കാം. ഹായ്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു 25 വരിക്കച്ചക്കയുടെ ചുള എടുത്തിട്ടുണ്ട്, ശർക്കര പാനിയാക്കിയിട്ടുണ്ട്, അരിമാവ് എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചതുണ്ട്, ജീരകം പൊടിച്ചതുണ്ട്, ഉപ്പ്, വെള്ളം. വയനയിലയിലാണ് ഈ സാധനം ഉണ്ടാക്കുക. അതിന് വയനയില എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചക്കയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, കുമ്പിളപ്പത്തിന് വേണ്ടിയുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചക്ക അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. അല്പം ഏലക്ക, അല്പം ജീരകം പൊടിച്ചത്, അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര പാനിയാക്കിയത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് പറക്കുന്നുണ്ട്. ഇനി ഇത് കഴിക്കാനൊന്ന് കുഴയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. മാവൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിള് കുത്താം. കുമ്പിള് കുത്തേണ്ട രീതി ഇങ്ങനെയാണ്. എല്ലാവരും കണ്ടു പഠിച്ചു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കത് ഇനി കുമ്പിളിലേക്ക് നിറയ്ക്കാം. വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതെല്ലാം പറക്കി വെക്കാം. വലിയ ഇഡ്ഡലി കൂട്ടുക, അതിനകത്ത് 50 എണ്ണം കൊള്ളും. വേവട്ടെ. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പറക്കി പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്കൊരു കുമ്പിളപ്പം ഒന്ന് പൊളിച്ച് നോക്കാം. ഹായ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കടുങ്കാപ്പിയോടെ ഉണ്ടെങ്കിൽ കറക്റ്റ്.